നമ്മോടൊപ്പം ശ്രീ അനിലക്കരയുണ്ട്, കോൺഗ്രസ് നേതാവ്. സസ്പെൻഷനുള്ള ശുപാർശയിൽ തൃപ്തരാണ്. അപ്പോൾ നിയമോപദേശം കിട്ടിയിരിക്കുന്നത് അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ കഴിയുമെന്നൊരു നിയമോപദേശം DGP കിട്ടിയിട്ടുണ്ട്. അല്ല, നിയമം അറിയുന്ന ആർക്കും ഈ വിഷ്വലുകൾ കണ്ട ആർക്കും അത് നിയമം അറിയുന്ന ആളാണെങ്കിലും അല്ലാത്ത ആണെങ്കിലും ഇത് പിരിച്ചുവിടാനേ ആരും പറയുള്ളൂ. അങ്ങനത്തെ ഒരു ശുപാർശ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം 2 വർഷമായി ഈ സസ്പെൻഷൻ നേരത്തെ ചെയ്യുന്നതിന് പകരം ഒരു അന്വേഷണം നടത്തി ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വിഷ്വലാണ് നമ്മുടെ മുന്നിൽ, തെളിവുകൾ, ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അവർ ഏതൊരു നിയമോപദേശം കൊടുക്കുന്ന ഏതൊരു നിയമവിദഗ്ധനും അത് സസ്പെൻഷൻ അല്ല, പിരിച്ചുവിടാനേ കഴിയൂ. അപ്പോൾ അത് വളരെ കൃത്യമാണ്. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സസ്പെൻഷൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. എന്താണ് കോൺഗ്രസിന്റെ പ്രക്ഷോഭ പരിപാടികൾ അടുത്തതായിട്ട്? അല്ല, നമ്മളിപ്പോൾ തീരുമാനിച്ചോളൂ. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഇപ്പോൾ വരികയാണ്. KC വേണുഗോപാൽ 1-2 ദിവസത്തിനകത്ത് വരും. ഞങ്ങളിപ്പോൾ സമര പരിപാടികൾ സ്വാഭാവികമായും 10-ാം തീയതി കേരള വ്യാപകമായി പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും സമര സംഗമങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ ഇന്നത്തെ സാഹചര്യത്തിൽ ലീഡേഴ്സുമായി ആലോചിച്ച് അടുത്ത തീരുമാനമെടുക്കും. ഈ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ പോരാ, കൃത്യമായി പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് നീങ്ങണമെന്ന് കോൺഗ്രസ് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയത്തിനകം രമേശ് ചെന്നിത്തല കുന്നംകുളത്തെ സുജിത്തിന്റെ വീട്ടിലെത്തി സുജിത്തിനെ സന്ദർശിക്കും. നേരത്തെ അജി സൂചിപ്പിച്ച കാര്യം, അതായത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന കേസിൽ പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ ഉറപ്പിക്കണമെന്ന കേസിൽ കക്ഷി ചേരാനും സുജിത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ ഇതുവരെ പെടാത്ത പോലീസ് ഉദ്യോഗസ്ഥനായ സുഹൈറിനെയും ഇതിൽ കക്ഷി ചേർക്കാനുള്ള നിയമ നടപടികൾ, സുഹൈറിനെ പ്രതി ചേർക്കാനുള്ള നിയമ നടപടികൾ തുടരുമെന്നും സുജിത്ത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 5 പേർക്കെതിരെയാണ് ആരോപണം. ഇതിൽ 4 പേർക്കെതിരെ കേസ് നടക്കുന്നുണ്ട്. 3 പേർക്കെതിരെയാണ് വകുപ്പ് തല നടപടി ഉണ്ടായത്. ആ നടപടികൾ പോരാ, ഇവരെ പിരിച്ചുവിടണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കുന്നു. അതിനായുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടരുന്നു.